നമസ്കാരം. മാർത്തോമ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ പീഠാനുഭവ വാര ആചരണത്തോടനുബന്ധിച്ച് മാർത്തോമ സഭയുടെ വിവിധ പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടത്തി. വിവിധ ദേവാലയങ്ങളിൽ സന്ധ്യാ പ്രാർത്ഥനകളും ഹോശന്ന, പെസഹ, ദുഃഖവെള്ളി ശുശ്രൂഷകളും ഒരുക്കി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഹോശന്ന ഞായർ രാവിലെ ഡൽഹി ഫരീദാബാദ് ഓൾ സെയിൻറ്റ്സ് മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. തിരുവചനം ആഴത്തിൽ പഠിക്കുവാനും അവരനെ ചേർത്ത് നിർത്തുവാനും ജീവിതത്തിൻ്റെ പുതുക്കത്തിനും നോമ്പ് മുഖാന്തരമാകണമെന്ന് ശുശ്രൂഷ മധ്യയുള്ള പ്രസംഗത്തിൽ മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. പെസഹ വ്യാഴം രാവിലെ ഇരുവള്ളിപ്ര ക്രിസ്തോസ് മാർത്തോമ പള്ളിയിലും വൈകുന്നേരം ചെങ്ങന്നൂർ മാർത്തോമ വലിയ പള്ളിയിലും വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ദുഃഖവെള്ളി രാവിലെ കൊമ്പാടി സെൻറ് പീറ്റേഴ്സ് മാർത്തോമ പള്ളിയിലെ ശുശ്രൂഷകളിലും മെത്രാപ്പൊലീത്ത പങ്കെടുത്തു. ഉയിർപ്പ് ഞായർ രാവിലെ പാലാരിവട്ടം പള്ളിയിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഡോക്ടർ ഇയാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പെസഹ വ്യാഴം മുതൽ ഷാർജ, ദുബായ് പള്ളികളിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഹോശന ഞായർ രാവിലെ പെരിങ്ങേലിപ്പുറം, വൈകുന്നേരം ചേന്തങ്കേരി പള്ളികളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ഡോക്ടർ ജോസഫ് മാർ ബർന്നവാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉയിർപ്പ് ഞായർ രാവിലെ അടയാർ സെൻറ് പോൾസ് മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. ഹോശന്ന ഞായർ പത്തനംതിട്ട മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച സഫ്രഗൻ മെത്രാപ്പൊലീത്ത പെസഹ, ദുഃഖവെള്ളി ദിവസങ്ങളിൽ ഏഴോലി, വി കോട്ടയം, റാന്നി, നസ്രേത്ത് പള്ളികളിൽ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകി. വെറുപ്പിനെ വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങളാകാനും ഭിന്നതയെ സുഖപ്പെടുത്തുന്ന കൈകളാകാനും വൈദികർക്ക് കഴിയണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഡൽഹി ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠിലെ ബിരുദാനന്തര സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു മെത്രാപ്പൊലീത്ത. എളിമ, ജ്ഞാനം, പ്രവാചക ധൈര്യം എന്നിവയോടെ സഭയെയും ലോകത്തെയും സേവിക്കണം. അപരനിൽ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ക്രിസ്തുവിൻ്റെ അനുരഞ്ജന സ്നേഹം ഉൾക്കൊള്ളണമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. I believe we stand at a defining moment in history, a kairos moment, where the gospel is needed more than ever in the midst of rising communal divides, economic disparity, environmental crisis, and the digital revolution's impact on truth and human relationships. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം എബ്രഹാം, പ്രിൻസിപ്പൽ റവറൻ പി എബ്രഹാം സ്കറിയ, റവറൻ നെബു കെ വർഗീസ്, റവറൻ റെജിൻ രാജു, സഭാ കൗൺസിൽ അംഗങ്ങൾ, ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽ കാരംവേലിയിൽ 8 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഇയാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ശിലാസ്ഥാപനം നിർവഹിച്ചു. പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമ ഇടവകാംഗം കുളങ്ങരത്തുണ്ടിയിൽ ലാലു സാമുവേലും ഭാര്യ ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ലാലുവും ദാനമായി നൽകിയ 47 സെന്റ് ഭൂമിയിലാണ് ഭൂഭവനരഹിതരായ 8 പേർക്ക് വീടുകൾ നിർമ്മിക്കുക. ഭദ്രാസന സെക്രട്ടറിയും വികാരി ജനറലുമായ വെരി റവറൻ ഡോക്ടർ സാംസൺ എൻ ജേക്കബ്, ട്രഷറർ ജോജി ചെറിയാൻ, അഭയം പദ്ധതി കോർഡിനേറ്റർ റവറൻ വി എസ് കറിയ, റവറൻ ഡോക്ടർ ഫിലിപ്പ് വർഗീസ്, റവറൻ ജോൺ മാത്യു, റവറൻ റെജി കെ ഫിലിപ്പ്, റവറൻ ബിനു ജോൺ, റവറൻ അഭിഷേക് ഡാൻ ഉമ്മൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജിജു ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ലാലു, ലാലു സാമുവൽ, എഞ്ചിനീയർ വർഗീസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയിലുള്ള പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ ജൈവ കൃഷി വിളവെടുപ്പും സോളാർ പവർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും നടത്തി. കോളേജ് മാനേജർ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണും പ്രകൃതിയുമായുള്ള പാരസ്പര്യം പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ മണ്ണറിവ് എന്ന പേരിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് കോളേജിൽ ഒരുക്കിയ ജൈവ കൃഷിത്തോട്ടം അങ്ങേയറ്റം മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലത പി ചെറിയാൻ, മാർത്തോമ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, കോളേജ് ട്രഷറർ പി കെ കുരുവിള, മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്,
സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർമാരായ സന്ദീപ് സി ആർ, ബെൻസൺ സി പോൾസൺ, കോളേജ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ തോമസ് മാത്യു, റവറൻ തോമസ് കുര്യൻ അഞ്ചേരി, ലാലമ്മ മാത്യു, ബിജി മാത്യു, സേവിക സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ്, ഡോക്ടർ നിജി സി ഐ, ജിബിൻ ഷിബു സാം, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസിലൻഡ് ഹാമിൽട്ടൺ മാർത്തോമ കോൺഗ്രിഗേഷനെ ഇടവക പദവിയിലേക്ക് ഉയർത്തി. കോൺഗ്രിഗേഷൻ ഇനി മുതൽ ട്രിനിറ്റി മാർത്തോമ ഇടവകയായി അറിയപ്പെടും. മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ ഇടവകയുടെ ഉദ്ഘാടനവും ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷയും നിർവഹിച്ചു. റവറൻ സാബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്നവരെ ആദരിച്ചു. ഇടവക സെക്രട്ടറി അനോജ് പി കുര്യൻ, വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാൻ, ട്രസ്റ്റി ജോജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സുഹൃതത്തിൻ്റെ ഉദ്ഘാടനം 19 വൈകുന്നേരം 6 മല്ലപ്പള്ളി പരിയാരം സെൻറ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ പത്തനംതിട്ട ജില്ലാ ജഡ്ജി ഡോണി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. വികാരി ജനറൽ വെരി റവറൻ ഈശോ മാത്യു, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, കോർഡിനേറ്റർ റവറൻ വർഗീസ് കെ എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ് എന്നിവർ പങ്കെടുക്കും. മാർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ഗാനസന്ധ്യ ബെനീത്ത് ക്രോസ് 19 പാലാരിവട്ടം ഷാരോൺ മാർത്തോമ പള്ളിയിൽ നടത്തും. വൈകുന്നേരം 5 ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് കേന്ദ്ര ഗായക സംഘവും സെൻട്രൽ ഗായക സംഘങ്ങളും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. മറ്റു വിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ് വീണ്ടും അടുത്തയാഴ്ച. ഷാലോം. എല്ലാവർക്കും അനുഗ്രഹകരമായ ഈസ്റ്റർ ആശംസിക്കും.